എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ബൾബാണ് ഇങ്ങനെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ബൾബിൻ്റെ പേര് വേറൊന്നുമല്ല, ഇൻവെർട്ടർ LED ലൈറ്റാണ്. നമ്മൾ സാധാരണ കറണ്ടിൽ കൊടുക്കുന്ന അതുപോലത്തെ ലൈറ്റ് അല്ല, ഇത് വേറൊരു അടിപൊളിയായിട്ടൊരു ബൾബാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ അവിടെ ബട്ടണിൽ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, നമ്മളിത് കൊക്കക്കോളയിൽ മുക്കിയ സമയത്ത് ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് ഇത് കത്തിയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ഡീറ്റെയിൽസ് കാര്യം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ LED ലൈറ്റിൻ്റെ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബൾബ് വരുന്നത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ കടയിലേക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബൾബ്. അപ്പോൾ ഇത് അടിപൊളി സംഭവമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പിറകിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം വയ്ക്കുന്ന തൊടയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ കയ്യിൽ ചെറിയ നനവുണ്ട്. അപ്പോൾ ഞാനിതിവിടെ നിന്ന് തുറന്ന സമയത്ത് ഈ ബൾബ് കത്തുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, കത്തി അണയുന്നത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ കഴിയും. കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ വീട്ടിലെ ഹോൾഡറിൽ ഒന്ന് ഓണാക്കിയിട്ടേക്കാം. ഇത് എമർജൻസി ലൈറ്റായിട്ട് ഉപയോഗിക്കാം. നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി അത് കത്തുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓണാക്കി ഇട്ടിരിക്കുക. ഇത് ഫുൾ ചാർജ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ സംഭവം എങ്ങനെ അടിപൊളിയല്ലേ? ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്തേക്കാം ഇത് കൊള്ളാമോ ഇല്ലേന്ന്. അപ്പോൾ സംഭവം നല്ല അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ട്രിക്ക്. നമ്മൾ ജസ്റ്റ് നനഞ്ഞ കൈ കൊണ്ട് തൊടയാണെങ്കിൽ ഇത് കത്തും. കൊക്കക്കോളയെ മുക്കിയാൽ മാത്രമല്ല, നമ്മൾ കൈ നനഞ്ഞ കൈ ഉണ്ടെങ്കിൽ ജസ്റ്റ് തൊട്ടാലും ഇത് കത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഉള്ളതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടല്ലേ? അപ്പോൾ കത്തി അണയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമുക്ക് മാജിക്കിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ആദ്യം കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടേ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.